വെൽക്കം ടു അവർ ചാനൽ ഹിന്ദി എജ്യുലേൻ. ഹിന്ദി എജ്യുലേൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ രാജാ ഔർ വിദ്രോഹി എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ്. 3 വീഡിയോകളിലായി രാജാ ഔർ വിദ്രോഹി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ളതിൽ നമ്മൾ കണ്ടത് ജനങ്ങൾ രാജാവിനോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അടുത്തതായി സേനാപതി പ്രവേശിക്കുന്ന രംഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. സേനാപതി പ്രവേശിക്കുന്നു. അപ്പോൾ രാജാവ് സേനാപതിയെ കണ്ടപ്പോൾ ചോദിക്കുക, നിങ്ങൾ പരേഷാൻ നസർ ആ രഹേ ഹോ. വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. എന്ത് പറ്റി സേനാപതി? നിങ്ങൾ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നുവല്ലോ എന്ന് രാജാവ് സേനാപതിയോട് ചോദിക്കുന്നു. പരേഷാൻ എന്ന് പറഞ്ഞാൽ പരിഭ്രമം, ബുദ്ധിമുട്ടെന്നുള്ള അർത്ഥമാണ്. നസർ എന്ന് പറഞ്ഞാൽ നോട്ടം, കാഴ്ച എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ നിങ്ങൾ വല്ലാതെ പരിഭ്രാന്തനായിരിക്കുന്നതാണല്ലോ, എന്ത് പറ്റിയെന്ന് രാജാവ് ചോദിച്ചപ്പോൾ സേനാപതിയുടെ മറുപടിയാണ്. സേനാപതി, ജി മഹാരാജ്, സാരി ബാത്തേ സുനിനെ പർ ആപ്പ് ഭി പരേഷാൻ ഹോ ജായെങ്കേ. അതേ മഹാരാജാവേ, ഞാൻ വല്ലാതെ പരിഭ്രാന്തനാണ്. സാരി ബാത്തേ സുനിനെ പർ, മുഴുവൻ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ ആപ്പ് ഭി, താങ്കളും പരേഷാൻ ഹോ ജായെങ്കേ, വല്ലാതെ വിഷമിച്ചു പോകും. എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ താങ്കൾക്കും വിഷമമാകുമെന്ന് സേനാപതി രാജാവിനോട് പറയുന്നു. അപ്പോൾ രാജാ, ഏസി ക്യാ ബാത്ത് ഹേ, അതെന്ത് കാര്യമാ? രാജാവ് ചോദിക്കുക, അതെന്ത് കാര്യമാണെന്ന്. സേനാപതി, അപ്പോൾ സേനാപതി പറയുക, ജിസ് കാരൺ സേ യേ ലഡായി ലഡി ജാനി ഹേ വേ ഉസേ ടീക്ക് നഹി സമജ്തേ. സേനാപതി പറയാ, ഏത് കാരണത്താലാണോ നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നതെന്ന് അവർ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ലഡായി എന്ന് പറഞ്ഞാൽ യുദ്ധം. രാജാ, इससे तो यही साबित होता है कि लड़ाई के कारण का प्रचार करने में तुमने ध्यान नहीं दिया था. അപ്പോൾ രാജാവ് ഇവിടെ സേനാപതിയെ കുറ്റപ്പെടുത്തുക. രാജാവ് പറയാ, ഇസസേത്തോ, ഇതിൽ നിന്നും യഹി സാബിത്ത് ഹോത്താഹെ, ഇതാണ് തെളിയുന്നത്. സാബിത്ത് ഹോന, തെളിയിക്കപ്പെടുക എന്നാ. എനിക്കിതാണ് മനസ്സിലാകുന്നത്. കി എന്തെന്നാൽ ലഡായിക്കെ കാരൻ, യുദ്ധത്തിനുള്ള കാരണം, പ്രചാർ കർണേമേം, പ്രചരിപ്പിക്കുന്നതിൽ തുമ്നെ ധ്യാനഹി ദിയാദ, താങ്കൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളൊരു പ്രചരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് രാജാവ് സേനാപതിയോട് പറയുന്നു. അപ്പോൾ സേനാപതി, उधर लड़ाई चल रही है, सबसे पहले मुझे वहाँ पहुँचना होगा. ഉധർ, അവിടെ ലഡായി ചൽ രഹി ഹേ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സബ്സെ പെഹലെ, എല്ലാത്തിനേക്കാളും മുമ്പേ, മുझे, എനിക്ക് വഹാം പഹുഞ്ചന ഹോഗ, എനിക്ക് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ സേനാപതി വരെ അവിടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ രാജാവ് പറയാ, ऐसा ही करो पर याद रखना विद्रोहियों को माफ नहीं किया जाएगा. അപ്പോൾ രാജാവ് എന്താണ് പറയുന്നത്? ऐसा ही करो, അപ്രകാരം തന്നെ ചെയ്യൂ. पर याद रखना, താങ്കളൊരു കാര്യം ഓർമ്മിക്കണം. വിദ്രോഹിയോങ്കോ മാഫ് നഹി കിയാ ജായേഗ, വിപ്ലവകാരികൾക്ക് മാഫ് നഹി കിയാ ജായേഗ, മാപ്പ് കൊടുക്കേണ്ടതില്ല. നമ്മളെ മുമ്പിൽ ഒരു കലാപകാരികളുണ്ടെങ്കിൽ അവരോട് ഒരിക്കലും നമ്മൾ മാപ്പ് കൊടുക്കില്ല, അവരെ നമ്മൾ എന്ത് ചെയ്യുകയില്ല, അവരോട് നമ്മൾ ക്ഷമിക്കില്ല എന്നുള്ള കാര്യം താങ്കളൊന്ന് ഓർക്കണമെന്ന് രാജാവ് പറയുകയാണ്. ഏക് സൈനിക കാ പ്രവേശ്, അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സൈനികൻ പ്രവേശിക്കുന്നു. എന്നിട്ട് ആ സൈനികൻ പറയാ, സേനാപതി ജി ഹം ലോഗ് ഹാർ ഗയേ. അപ്പോൾ അവിടെ യുദ്ധം തുടങ്ങിയിരുന്നു അല്ലേ. അപ്പോൾ സൈനികൻ ഓടി വന്നിട്ട് പറയാ, സേനാപതി ഹം ലോഗ് ഹാർ ഗയേ, എന്താ പറഞ്ഞേ? നമ്മൾ തോറ്റുപോയി. ഹാർ എന്ന് പറഞ്ഞാൽ പരാജയം, നമ്മൾ തോറ്റുപോയിരിക്കുന്നു. സേനാപതി ഹാർ ഗയേ, തോറ്റുപോയോ? ക്യാ കഹത്തെ ഹോ, എന്താണ് ഈ പറയുന്നത്? അഭിതോ ലഡായി ശുരു ഹി ഹുയി ഥി, അഭിതോ ഇപ്പോൾ തന്നെ, ലഡായി ശുരു ഹി ഹുയി ഥി, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര പെട്ടെന്ന് തോറ്റുപോയോ എന്ന് സേനാപതി സൈനികനോട് ചോദിക്കുകയാണ്. സൈനിക്, ഹമാരേ ലോഗ് ബഡി സംഖ്യാമേ ഭാഗ് രഹേ ഹൈ. അപ്പോൾ സൈനികൻ എന്താ പറഞ്ഞത്? ഹമാരേ ലോഗ്, നമ്മളുടെ ഇടയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ സൈനികന്മാർ, ബഡി സംഖ്യാമേ, വലിയൊരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തു? ഭാഗ് രഹേ ഹൈം, ഓടിപ്പോയി. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ഭാഗ് രഹേ ഹൈം, ഓടിപ്പോയി എന്ന് സൈനികൻ പറയുകയാണ്. അപ്പോൾ രാജാവ്, ജാവോ, പോകൂ, ജാക്കർ ഉൻസേ കഹോ, പോയിട്ട് അവരോട് പറയൂ, ജോ ഭാഗോക നഹിം, ആരാണോ ഓടിപ്പോകാത്തത്, ഉസേ ഇനാം ദിയാ ജായേഗ, അവർക്ക് രാജാവിൻ്റെ ഭാഗത്തു നിന്നും സമ്മാനമുണ്ട്. ഇനാമ്, ഗിഫ്റ്റ്, സമ്മാനമുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ ഓടിപ്പോകാതിരിക്കാൻ താങ്കൾ ചെന്ന് പറയാൻ രാജാവ് പറയാണ്. ഉസ്കാ രാജകീയ സമ്മാൻ ഹോഗ, അവർക്ക് രാജകീയമായ ആദരവ്, സമ്മാൻ എന്ന് പറഞ്ഞാൽ ആദരവാണ്, ആദരവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനാമ്, സമ്മാനവും കൊടുക്കും. ഇനാം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. അപ്പോൾ ഇനി ഓടിപ്പോകാത്തവരോട് പറയാം, നിങ്ങൾ ഇത് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകാത്ത ആൾക്കാർക്ക് രാജാവിൻ്റെ ഭാഗത്തു നിന്ന് സമ്മാനവും ആദരവും ഉണ്ടാകും എന്ന് പറയുന്നു. സൈനികോക്കെ സാത്ത് ഹേം കാ പ്രവേശ്,
സൈനികരുടെ കൂടെ ഹേം അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. ഹേം, ആ ബന്ദി ഹേ, താങ്കൾ ബന്ദിയാണ്, താങ്കളെ ഞങ്ങൾ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയാണ് രാജ. അപ്പൊ രാജാവ്, സാവധാൻ ഹേം, യഹുമത്ത് ഭൂലോ കി മേ രാജാ ഹൂം. അപ്പൊ എന്താ പറഞ്ഞത് രാജാവ്? സാവധാൻ ഹേം, സൂക്ഷിക്കണം ഹേം, യഹുമത്ത് ഭൂലോ, നിങ്ങളിത് മറന്നുപോയോ, കി എന്തെന്നാൽ മേ രാജാവും, ഞാൻ രാജാവെന്നുള്ള കാര്യം നിങ്ങൾ മറന്നോ? എന്നെ ഓടി വന്ന് ഇങ്ങനെ ബന്ദിയാക്കാൻ ഞാൻ ഇവിടുത്തെ രാജാവല്ലേ എന്ന് ഹേമിനോട് രാജാവ് ചോദിക്കുക. അപ്പൊ ഹേം, രാജാ കാ അധികാർ ആപ്പിനെ ഖോ ദിയാ ഹേ. എന്താ പറഞ്ഞത്? രാജാ കാ അധികാർ, രാജാവിൻ്റെ അധികാരം താങ്കൾ എന്ത് ചെയ്തു? ആപ്പിനെ ഖോ ദിയ, ഖോദിനെ നഷ്ടപ്പെടുത്തുക, താങ്കൾ ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ജനതാ കെ ദർബാർ മേ ആപ്പ് അപരാധി ഹേ. ജനങ്ങളുടെ സദസ്സിലെ, ദർബാർ രാജസദസ്സിലെ സദസ്സ്, ജനങ്ങളുടെ സദസ്സിലെ ആപ്പ് അപരാധി ഹേ, താങ്കൾ ഒരു കുറ്റവാളിയാണ്, താങ്കൾ ഒരു കുറ്റക്കാരനാണ്. ഉനീക്കെ ഫൈസലെ കാ പാലൻ കർണേ ആയാഹും. ഉനീക്കോ അവരുടെ, ഫൈസലെ തീരുമാനം, പാലൻ കർണേ ആയാഹും നടപ്പിലാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു രാജാവിനെ ബന്ദിയാക്കാൻ, ജനങ്ങളുടെ സദസ്സിൽ താങ്കൾ ഒരു കുറ്റക്കാരനാണ്, അതുകൊണ്ട് ഞാൻ താങ്കളെ ബന്ദിയാക്കാൻ വന്നതാണ് എന്നിവിടെ ഹേമു രാജാവിനോട് പറയുകയാണ്. പാലൻ കർണ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ്, ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്. അപ്പോൾ അവരുടെ, ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് ഹേമു പറയുന്നു. രാജ, അപ്പിനെ ജിന്ദാ രഹത്തെ മേ ഐസാ നഹീ ഹോനെ ദൂംഗാ. അപ്പിനെ ജിന്ദാ രഹത്തെ, ജിന്ദാ രഹന ജീവിക്കുക, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഐസാ നഹീ ഹോനെ ദൂംഗ, അങ്ങനെ സംഭവിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കാതെ നടക്കൂല, എന്നെ ബന്ദിയാക്കാൻ ഞാൻ അനുവദിക്കൂല എന്ന് രാജാവ് പറയുന്നു. അപ്പോഴേക്കും ജനതാക്ക പ്രവേശ്, ജനങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. ജനത, ഭാബി രാജാക്ക നാശ് ഹോ. എന്താ പറഞ്ഞത്? ഭാബിയായ രാജാവ് നശിക്കട്ടെ. രാജ, സേനാപതി, तुम्हारे सामने ऐसा अत्याचार, तुम्हारी महाराज का इस तरह अपमान करने की हिम्मत. രാജാവ് വേഗം സേനാപതി വിളിക്കുക. സേനാപതി, തുമാരെ സാമനെ, നിങ്ങളുടെ മുമ്പിൽ ഐസ അത്യാചാർ, ഇപ്രകാരമുള്ള ഒരു അക്രമമോ അല്ല. എന്താ സേനാപതി ഇത്? നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്രത്തോളം ഒരു അത്യാചാരം എന്ന് പറഞ്ഞാൽ അക്രമം. തുമാരി മഹാരാജ് കാ ഇസ് തരഹ് അപമാൻ കർണേക്ക് ഹിമ്മത്ത്, നിങ്ങളുടെ മഹാരാജാവിനെ ഇതുപോലെ അപമാനിക്കാനുള്ള ധൈര്യമോ? ഹിമ്മത്ത്, ധൈര്യം, അപമാനിക്കാൻ വേണ്ടി. അപ്പോൾ ആളുകൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊരു അപമാനമാണ്. അപ്പം നിങ്ങളായ സേനാപതി, താങ്കൾ ഇത് കാണുന്നില്ലേ എന്ന് രാജാവ് ചോദിക്കുക. അപ്പോൾ സേനാപതി, ആജ് മേരെ പാസ് കോയി അധികാർ നഹി ഹേ മഹാരാജ്. സേനാപതി പറഞ്ഞ കാര്യം എന്താ? ഇന്ന് എനിക്ക് അധികാരമൊന്നുമില്ല മഹാരാജാവേ. കാരണം താങ്കൾ രാജാവാണെങ്കിലല്ലേ ഞാൻ താങ്കളുടെ സേനാപതിയാവുകയുള്ളൂ. കാരണം ജനങ്ങളുടെ മുമ്പിൽ താങ്കൾ കുറ്റക്കാരനാണ്, അതുകൊണ്ട് ഞാൻ എന്തല്ല ഇപ്പോൾ സേനാപതിയല്ല. അതുകൊണ്ട് അയാൾ പറയാ, ആജ്, ഇന്ന് മേരെ പാസ്, എൻ്റെ അടുത്ത് കോയി അധികാർ നഹി ഹേ മഹാരാജ്, ഒരു അധികാരവുമില്ല മഹാരാജാവേ. രാജാവ് ന്യായാധീഷ്, ജഡ്ജിയെ വിളിക്കുകയാണ്. ഈസെ ബദ്മാഷോ കോ തും സസാ ക്യോം നഹീ ദേത്തെ. അല്ലയോ ജഡ്ജി, ന്യായാധിപ, ഈസെ ബദ്മാഷോങ്കോ, ഇപ്രകാരമുള്ള തെമ്മാടികളെ, ബദ്മാഷ് എന്ന് പറഞ്ഞാൽ മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ, അക്രമികളെ, തും സജാ ക്യോം നഹീ ദേത്തെ, ഇവരെ എന്തുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കുന്നില്ല? സജ, ശിക്ഷ. രാജാവിനോട് എതിരിടാൻ വരുന്ന ആളുകളെ എന്തുകൊണ്ട് താങ്കൾ ശിക്ഷിക്കുന്നില്ല എന്ന് ന്യായാധീശനോട് ചോദിക്കുക. അപ്പം ന്യായാധീശൻ്റെ മറുപടി, ഇസലിയേക്ക് ന്യായ ഇനിക്ക് ഹാത്ത് മേ ഹേ. എന്താ പറഞ്ഞത്? നീതി ഇവരുടെ പക്ഷത്തായതുകൊണ്ട്. ഔർ ഇൻകെ സാത്ത് പൂരി സേനാ ഭീ ഹേ, മുഴുവൻ സൈന്യവും ഇവരുടെ കൂടെയാണുള്ളത്. ന്യായം ഇവരുടെ ഭാഗത്തായതുകൊണ്ട് സൈനികരെല്ലാം ഈ ആളുകളുടെ കൂടെ കൂടി. ആപ്പ് ഭീ അബ് ഖാമോഷ് രഹിയെ, രാജ് മുകുട് ഉധാർ ദീജിയെ, ജനതാക്കി ഭീഡ് മേ മിൽ ജായിയെ. എന്താ പറഞ്ഞത് ജഡ്ജി പറഞ്ഞത്? ഇനി ഖാമോഷ്, മൗനം പാലിച്ചോളൂ. രാജമുകുട് ഉധാർ ദീജിയെ, രാജകീയ കിരീടം ഊരി തന്നോളൂ. രാജമുകുട്, രാജകിരീടം ഉധാർ ദീജിയെ, ഊരിക്കോളൂ. ജനതാക്കി ഭീഡ് മേ മിൽ ജായിയെ, ജനങ്ങളുടെ കൂടെ ചേർന്നോളൂ. ഇനി താങ്കൾ രാജാവല്ല, ന്യായാധിപൻ പറയാണ്, മുകുടം, കിരീടമൊക്കെ ഊരി വെച്ചിട്ട് താങ്കൾ ജനങ്ങളുടെ കൂടെ കൂടിക്കോളൂ, ഇനി മൗനം പാലിച്ചോളൂ എന്ന്. അപ്പം രാജ, തോ ലഡായി ഖതം ഹോ ഗയി, അപ്പോൾ യുദ്ധം അവസാനിച്ചോ? മഗർ ഇസ്സെ ക്യാ ഹുവാ, എന്നാൽ ഇതുകൊണ്ട് എന്താണിപ്പോൾ ഉണ്ടായത്? അദാലത്ത് തോ ഹേ ഹി, കോടതിയും ഇവിടെയുണ്ട്. വഹാത്തോ, അവിടെയാണെങ്കിൽ മേ അപ്പിനി ബാത്ത് രഖ് സക്താ ഹും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാം. മേരി രാജ്യസഭ കെ ചാരൻ അദാലത്ത് മേ മേരി ഓർ സെ ഐസാ ഭാഷൺ ദേംഗെ കി മേരി നീതി ഹി ടിക് ഹേ. മേരി രാജ്യസഭ കെ ചാരൻ, എൻ്റെ രാജ്യസദസ്സിലെ സ്തുതിപാഠകര്, ചാരൻ എന്ന് പറഞ്ഞാൽ സ്തുതിപാഠകര്, അദാലത്ത് മേ കോടതിയിൽ വന്നിട്ട് മേരി ഓർ സെ ഐസാ ഭാഷൺ ദേംഗെ, എൻ്റെ ഭാഗത്തിന് വേണ്ടി ഇപ്രകാരം സംസാരിക്കും. കി എന്തെന്നാൽ മേരി നീതി ഹി ടിക് ഹേ,
എൻ്റെ നീതി ശരിയായിരുന്നു എന്ന് അവർ എനിക്ക് വേണ്ടി വാദിക്കും. അതുകൊണ്ട് കോടതിയില്ലേ ഇവിടെ, അതുകൊണ്ട് കോടതിയിൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് രാജാവ് ഇവിടെ ന്യായാധീശനോട് പറയാണ്. ന്യായാധീശ് രാജചരൺ കി ചാപ്പിലൂസി സുൻ സുൻ കർ ജനതാ കെ കാൻ ചൻചനാ രഹേ ഹേം. എന്താണ് ന്യായാധീശ് പറഞ്ഞത്? രാജാവിനെ പുകഴ്ത്തി പറയുന്ന ആളുകളെയാണ് രാജചാരൻ എന്ന് പറയുന്നത്. അപ്പം ന്യായാധീശ് പറയാ രാജചാരൺ കി ചാപ്പിലൂസി, മുഖസ്തുതിയാണ് കേട്ടോ, മുഖസ്തുതി, സുൻ സുൻകർ കേട്ട് കേട്ട്, ജനതാക്കെ കാൻ ജനങ്ങളുടെ ചെവി, ചഞ്ചനാ രഹേ ഹേം. എന്താ ചഞ്ചനാ രഹേ? സ്വൈര്യം നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥം. രാജാവിൻ്റെ സ്തുതിപാഠകരുടെ മുഖസ്തുതി കേട്ട് കേട്ട് ജനങ്ങളാകെ മടുത്തു എന്ന് ന്യായാധീശ് പറയും. അപ്പം രാജാവിൻ്റെ മറുപടി മുझे പതാ ഹേ, എനിക്കറിയാം, നമക്ക് കാ ഗുണ വഹ് ഗായേഗാഹി. നമക്ക് കഹ ഗുണ്, എന്താ ഉപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മൾ പറയില്ലേ, ഇതൊരു പഴഞ്ചൊല്ലാണ്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയില്ലേ, അതാണ് രാജാവ് പറയുന്നത്. മുझे പതാ ഹേ, എനിക്കറിയാം, നമുക്ക് ഗുണവഹ് ഗായേഗാഹി, ഉണ്ട ചോറിന് അവർ നന്ദി കാണിക്കുമെന്ന്. സമയ ഹാത്തേഹി, സമയം വരുമ്പോൾ മേ രാജചരൺ കോ പുരസ്കൃത് കരൂങ്ക, ഞാൻ സ്തുതി പാഠകർക്ക് പുരസ്കാരം നൽകും. അപ്പോൾ അവരെനിക്ക് വേണ്ടി വാദിക്കും. അവർ എന്താ പറഞ്ഞത്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന എനിക്ക് അവർ ചെയ്യുന്ന എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവർക്ക് പുരസ്കാരവും കൊടുക്കുന്ന രാജാവ് പറയാണ്. അപ്പം ന്യായാധീശ് രാജചാരനെ കഹാ ഹേ കി സിർഫ് മുഖുട്ട് ചീൻ ലേനെ സേ ഹി നഹീൻ ചലേഗ. അപ്പോൾ രാജാവ് വിചാരിച്ചില്ലേ സ്തുതിപാഠകർ ഇയാളുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ന്യായാധീശ് പറയുന്ന മറുപടി നോക്കിയേ, രാജാചാരനെ കഹാം, സ്തുതിപാഠകർ പറഞ്ഞു കി എന്തെന്നാൽ സിർഫ് കേവലം മുഖുട്ട് ചീൻ ലേനെ സേ, കിരീടം തട്ടിയെടുത്തത് കൊണ്ട് മാത്രം, നഹീൻ ചലേഗ, രാജകിരീടം അപഹരിച്ചത് കൊണ്ട് മാത്രം പറ്റില്ല എന്നാണ് ഇവിടെ സ്തുതിപാഠകർ പറഞ്ഞത് എന്ന് ന്യായാധിപൻ പറയാണ്. മുകുട് എന്ന് പറഞ്ഞാൽ കിരീടം, ചീൻ എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. രാജാവ് പറയാ യഹി ക്യാ കഹത്തെ ഹോ, എന്താണ് ഈ പറയുന്നത്? തത്തോ സച്ച്മുച്ച് മേരെ സാമനെ ഖത്തരാ ഹേ, അങ്ങനെയാണെങ്കിൽ സച്ച്മുച്ച് വാസ്തവത്തിൽ മേരെ സാമനെ, എൻ്റെ മുമ്പിൽ ഖത്തരാ ഹേ, അപകടമുണ്ട്. ഖത്തര അപകടം. മേ അപ്പനെ ദർബാറി കവി കി റായ് ജാനാ ചാഹത്താ ഹും. അപ്പോൾ സ്തുതിപാഠകർ ഇയാളുടെ കൂടെ ഇല്ലാന്ന് രാജാവിന് മനസ്സിലായി. ഞാൻ അപ്പിനെ ദർബാറി കവി, എൻ്റെ രാജസദസ്സിലെ കവികളുടെ റായ് അഭിപ്രായം, ജാനിനാ ചാഹത്താഹും, അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്തുതിപാഠകർ രാജാവ് കള്ളരാജാവാണ്, അദ്ദേഹത്തിൻ്റെ കിരീടം തട്ടിയെടുത്തുകൊണ്ട് മാത്രം കേവലം രാജാവല്ല എന്ന് അവർ പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് തോന്നി തനിക്കിനി നിലനിൽപ്പില്ല എന്നല്ലേ. അപ്പോൾ പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ കൊട്ടാരത്തിലെ കവികളോട് എനിക്ക് അഭിപ്രായം ചോദിക്കണമെന്ന് പറയാണ്. അപ്പം ന്യായാധീശ് പറയാ ദർബാറി കവി അഭി വിജയി ജനതാക്കി ഗൗരവ് ഗാഥാലിഗ്രഹാഹേ, ാക്കി വിജയിച്ച ജനങ്ങളുടെ ഗൗരവ് ഗാഥാലിഗ്രഹാഹേ, അവരെന്ത് ചെയ്യാണ്, വിജയിച്ചവരുടെ വീരഗാഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദർബാറി കവികൾ ഇപ്പം വിജയിച്ച ജനങ്ങളുടെ വീരഗാഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ന്യായാധിപൻ പറയുന്നു. അപ്പം രാജാവിൻ്റെ മറുപടി തോ ആവോ മിത്ര ഹേം തുമേ ബധായി. ഇപ്പോഴാണ് രാജാവിന് തൻ്റെ തെറ്റൊക്കെ മനസ്സിലാകുന്നത്. രാജാവ് പറയാം, അല്ലയോ മിത്രമായ ഹേമോ തുമേ ബധായി, നിനക്ക് അഭിനന്ദനങ്ങൾ. ധന്യ തുമാരാ സാഹസ്, നിങ്ങളുടെ ധൈര്യം വല്ലാത്ത ധന്യമായിരിക്കട്ടെ. ജാനേ കെ പെഹലെ തുമേ ദോ ഏക് സലാഹ് ദേനാ ചാഹത്താ ഹും, പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 ഉപദേശം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദോ ഏക് സലാഹ്, ഉപദേശം, സലാഹ് എന്ന് പറഞ്ഞാൽ ഉപദേശം, തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ഹേമിനോട് രാജാവ് ഒരു ഉപദേശം കൊടുക്കുകയാണ്. തും രാജചരൺ കെ പതുക്കോ ഗതം ഖർദേന, എന്താ പറഞ്ഞത്? നിങ്ങൾ സ്തുതി പാഠകരുടെ പദവി അവസാനിപ്പിക്കുക. അബ് മേം വിദാലേത്താഹും സാത്തിയോ, പ്രിയ കൂട്ടുകാരെ ഞാൻ ഇതാ വിട പറയുന്നു. മേം വിദാലേത്താഹും, ഞാൻ വിട വാങ്ങുന്നു, ഞാൻ നീ രാജാവല്ല എന്ന് പറഞ്ഞ് രാജാവ് രാജസ്ഥാനം ഒഴിയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നാടകം ഉണ്ടായിരുന്നത്. അപ്പോൾ അഹങ്കാരിയായ രാജാവിന് കിട്ടിയ തക്ക ഒരു ശിക്ഷ കിട്ടുന്ന രീതിയിൽ ഒരു ഗുണപാഠം നൽകുന്ന ഒരു നാടകമാണ് നമ്മൾ പഠിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രാജ ഔർ വിദ്രോഹി എന്ന് പറയുന്ന പാഠം. ശരിക്കും ഈ നാടകത്തിൽ അഹങ്കാരിയായ രാജാവിന് ഒരു കലാപകാരൻ്റെ മുമ്പിൽ ജസ്റ്റ് തോറ്റു പോകേണ്ടി വന്നൊരു കഥയാണല്ലേ. രാജാവെന്ന് പറയുന്നത് വലിയവനും എല്ലാവരെക്കാളും ബലമുള്ള ആളാണ്. എന്നിട്ടും അനീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിക്കുമെന്ന് ഇയാൾ വിചാരിച്ചു. പക്ഷേ അവിടെ അത് നടന്നില്ല. ഹേം എന്നു പേരായ ഒരാളുടെ മേലിൽ രാജാവിനെ അപമാനിച്ചു എന്നുള്ള കുറ്റം ചുമത്തി യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയും, അപ്പോൾ രാജാവിൻ്റെ കാര്യം എന്തായിരുന്നു? യുദ്ധത്തിലൂടെ സന്തോഷം ലഭിക്കണം, സന്തോഷവും ഉത്സാഹവും കിട്ടണം. ഹേം ഒരിക്കലും രാജാവിനെ അപമാനിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു. നീതി അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു. രാജ ഔർ വിദ്രോഹി എന്ന് പറയുന്ന ഗുണപാഠം നിറഞ്ഞൊരു നാടകം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ തൊട്ടടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്